ഇന്ന് രാവിലെ എണ്ണീറ്റപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. പക്ഷേ മഴയാണെന്ന് പറഞ്ഞാലും രാഹുലേട്ടനാണെങ്കിൽ പുള്ളി മീൻ പിടിക്കാൻ പോയി. കാരണം ആലപ്പുഴയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മീൻ പിടുത്തം പുള്ളിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. കാരണം അവിടെ പട്ടാമ്പി നിൽക്കുമ്പോൾ പറയും, എനിക്ക് മീൻ പിടിക്കാഞ്ഞിട്ട് പറ്റണില്ലടി, എനിക്ക് പെട്ടെന്ന് പോയാൽ മതി എന്ന് പറയും. കാരണം പുള്ളിക്ക് ഇവിടെ മെയിൻ ഹോബി മീൻ പിടുത്തമാണ്. അങ്ങനെ ഞാൻ രാവിലെ എണ്ണീറ്റ് ചെന്നപ്പോൾ അമ്മ അവിടെ ആണെങ്കിൽ നമ്മുടെ അരി അരയ്ക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ പാലപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പാലപ്പത്തിന് അരി അരയ്ക്കുന്ന എല്ലാവരും ചോദിക്കുന്നുണ്ടാവും, നിങ്ങൾ പകലാണോ അല്ല ഐ മീൻ രാവിലെയാണോ അരയ്ക്കുന്നതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ രാവിലെയാണ് അരയ്ക്കുന്നത്. അച്ഛൻ പുതിയൊരു ടെക്നിക്ക് പറഞ്ഞു തന്നതിൻ്റെ പേരിൽ നമ്മൾ ആ ഒരു ടെക്നിക്ക് ഇപ്പം മുമ്പോട്ട് കൊണ്ടുപോയിട്ട് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഒരിക്കലിടാം. ഇതിപ്പോൾ ഞാനിപ്പോൾ പറയുകയാണ്. അപ്പോൾ അമ്മ അതിനുള്ള മാവൊക്കെ അരച്ച് വെക്കാമെന്ന് പറഞ്ഞു. കറി ഞാൻ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാനത് ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാനൊന്ന് ഫ്രഷപ്പായി വരാമെന്ന് കരുതി അങ്ങനെ പല്ലൊക്കെ തേച്ച് ഫേസ് വാഷൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ സമയങ്ങളിൽ സ്കിൻ കെയർ ചെയ്യുന്നതിനോട് താല്പര്യമാണ്. ഞാൻ ഒന്നും അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ. അങ്ങനെ നമ്മളെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെന്നിരുന്ന് എനിക്കൊന്ന് ചായ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കണം. ഫസ്റ്റ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും അത് തന്നെയാണ്. ഞാൻ എൻ്റെ വീട്ടിലുള്ളപ്പോൾ ഞാൻ എപ്പോഴും കഴിക്കുന്നത് ജസ്റ്റ് നമ്മൾ എണ്ണീറ്റ് വരുമ്പോൾ ഒരു വിശപ്പുണ്ടാവുമല്ലോ, അത് പോകാൻ വേണ്ടിയിട്ട് നമ്മളാണെങ്കിൽ ഞാൻ ചായയും ബിസ്ക്കറ്റും കഴിക്കും. പിന്നെ ഞാൻ റൂമിൽ വന്നിട്ട് കുറച്ചൊന്ന് ഫേസിൽ കുറച്ച് മസാജും കാര്യങ്ങളൊക്കെ ചെയ്തു, ഒരു സെറം ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാനാണെങ്കിൽ ഡെയിലി ഇപ്പോൾ ഈയിടെയായിട്ട് ചെയ്യുന്ന കാര്യമാണ്, വായിൽ ഇതുപോലെ ഇങ്ങനെ വെള്ളം നിറച്ച് വെച്ചിട്ട് ഇങ്ങനെ മണ്ടയ്ക്കോട്ട് മസാജ് ചെയ്യും. എനിക്കതിൻ്റെ ബെനിഫിറ്റ് തോന്നി. എനിക്ക് ഫേസിന് ഭയങ്കര വണ്ണം കുറവായിരുന്നു കുറേ നാളായിട്ട്. ഞാൻ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇങ്ങനെ, അന്നേരം ഒന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ ഈയിടെയായിട്ട് ഫേസിന് ആ ഒരു ഇതില്ലാത്തതാണ് ഞാൻ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ കവിളി ചാടുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ട്രൈ ചെയ്ത് ചിലരതിൽ വായിൽ വെളിച്ചെണ്ണ വെക്കുവേ. അപ്പോൾ ഞാൻ ഈ ഒരു കട്ടിംഗ് ബോർഡ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നോട് പറയുന്നുണ്ടായി കട്ടിംഗ് ബോർഡ് പ്ലാസ്റ്റിക്കിൻ്റെ മാറ്റുമെന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ പട്ടാമ്പിയിൽ ഓൾറെഡി ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു, ഇവിടെ ഞാൻ വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടത്തേക്ക് ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് നമ്മുടെ ഇസ്റ്റു ആണ് ഉണ്ടാക്കുന്നത്, പാലക്കാട് ഇസ്റ്റു. അപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു 2 എണ്ണം എടുത്തു. പിന്നെ സവാള ഇടുന്നുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്, സവാളയും പിന്നെ പച്ചമുളക് ഒന്ന് കീറി ഇടുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തു. ഇത്ര ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വേവിക്കുന്നത്. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ നേരെ ഒന്ന് വേവിക്കാൻ വെക്കും. അപ്പോൾ എല്ലാവരും കുക്കറൊക്കെ യൂസ് ചെയ്യുന്നവരാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. കാരണം ഈയിടെ ഒരു വീഡിയോ ഞാൻ കണ്ടു, ഒരു പെൺകുട്ടിയുടെ ഫേസ് നിറയെ പൊള്ളിയേക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. എല്ലാവരും എത്ര ക്ലീനാക്കി വെച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ കുക്കർ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഒരു ഡേഞ്ചർ സാധനം. അപ്പോൾ എന്നോടാണെങ്കിൽ രാഹുലേട്ടൻ പറയുന്നുണ്ടായി, എടി നീ അത് കുക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ തുറന്ന് നോക്കിയാൽ പെട്ടെന്നൊന്നും തുറന്ന് നോക്കണ്ടെന്ന് എന്നോടിങ്ങനെ പറയായിരുന്നു ഇന്ന്. അങ്ങനെ നമ്മുടെ പിത്തൂട്ടൻ എണ്ണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആളിങ്ങനെ വന്നിട്ട് നേരെ വന്നിട്ട് ഇതുപോലെ അവിടുത്തെ കട്ടിലേ വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ സ്റ്റൂവിൻ്റെ. അപ്പം ഞാൻ ആ തേങ്ങയും ജീരകവും പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ വേണ്ടിയവരാണ് ചിലരൊക്കെ വെളുത്തുള്ളി ഇടുന്നതെന്നല്ല കേട്ടോ, വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഒരു പച്ചമുളകും കൂടെ അതിനകത്തിട്ട് അരച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ അതിനകത്തോട്ട് സ്റ്റൂവിലേക്കുള്ള അരപ്പ് ഞാൻ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ മിക്സി എപ്പോഴും ഇവിടെ വെക്കാറില്ല കേട്ടോ, കാരണം ഓൾറെഡി നമ്മുടെ ആ അടുക്കളയുടെ ഏരിയയിൽ ഭയങ്കര സാധനങ്ങൾ നിറഞ്ഞ് കിടക്കുന്ന കാരണം ഞാൻ അവിടെ മിക്സി വെക്കാറില്ല. നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ട് അപ്പം തന്നെ എടുത്ത് ചുരുട്ടി മടക്കി താഴെ വെക്കും. അപ്പോൾ ഞാൻ ഒരു അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മളതിലേക്ക് കടുക് പൊട്ടിച്ചിടുക. ഇത്രയേ ഉള്ളൂ ഇസ്റ്റൂവിൻ്റെ പരിപാടി. അപ്പോൾ ഇച്ചിരി ഉപ്പൊക്കെ നമ്മൾ തേങ്ങ ചേർക്കുമ്പോൾ കുറയും, അപ്പോൾ അത് ആ ടൈമിലൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഇനിയും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാലപ്പമാണ്. അപ്പോൾ നമ്മുടെ പാലപ്പത്തിൻ്റെ മാവൊക്കെ നല്ല പൊന്തി വന്നിട്ടുണ്ടായി. അപ്പോൾ നമ്മളിതാ പാലപ്പം നല്ല സോഫ്റ്റ് നല്ല വൈറ്റ് പാലപ്പമാണ് കേട്ടോ കിട്ടുന്നത്, വേറെ കളറൊന്നും അതിലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പാലപ്പമായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് പെട്ടെന്ന് തന്നെ കഴിച്ചു. അപ്പോൾ രാഹുലേട്ടൻ മഴയൊക്കെ നനഞ്ഞ് മീനൊക്കെ പിടിച്ചതിന് ശേഷം വരുന്നുണ്ടായിരുന്നു. പിത്തൂന് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അവൻ്റെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേനും രാഹുലേട്ടന് ഒരിച്ചിരി
വടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പുള്ളി അതും കഴിച്ചുകൊണ്ടിരുന്ന മഴ കാണുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മോർ സജഷൻസ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറയുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വ്ളോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.